കർത്താവേ ഹല്ലേലൂയ ചെയ്യുവാൻ എടുക്കുവാൻ വേണം. ഹല്ലേലൂയ. 3 പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് ഒരുക്കിയ ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സന്തോഷിക്കുന്ന ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത 3 പേരെയും അങ്ങയുടെ തിരുമേനിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനയായ സ്നാനം എടുത്ത് കർത്താവിനോടുകൂടെ ചേരുവാൻ ഇത്ര വലിയ ഭാഗ്യം ഹല്ലേലൂയ അവിടുന്ന് അവിടുത്തെ മക്കൾക്ക് കൊടുത്തല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരെ നിത്യജീവൻ അവകാശികളാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ അവരും പേരും എഴുതി ചേർക്കുന്ന പകൽക്കാലമായി സ്തോത്രം. ഹല്ലേലൂയ. ക്ലാസ് പഠിപ്പിക്കുവാൻ അവിടുത്തെ അഭിഷിക്തനെ ദൈവം കരങ്ങളിൽ എടുക്കണമേ കർത്താവേ. അവർക്ക് ബോധ്യമാകും വണ്ണം ആത്മാവ് അത് ബോധ്യമാക്കി കൊടുക്കണമേ. അന്ത്യം വരെ വിശ്വസ്തരായിരിക്കാൻ കൃപ ചെയ്യണമേ. തിരുമേനി തന്നെ ശുശ്രൂഷയെല്ലാം കരം പിടിച്ച് നടത്തണമേ. സകലമാനും മഹത്വം തിരുമേനി എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാത സമയം നമ്മുടെ ഉപവാസത്തിൻ്റെ അവസാന ദിവസം സ്നാനത്തിനായിട്ട് തീരുമാനമെടുത്ത് വന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം സ്നാനങ്ങൾ ഇവിടെ നടക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. സ്നാനപ്പെടുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അത്യന്താപേക്ഷിതമാണ്. കാരണം ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാ സ്നാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയണം. അല്ലാതെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്, അല്ലെ ഭാര്യ പറഞ്ഞതുകൊണ്ട്, അല്ലെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട്, അല്ലെ അപ്പനും അമ്മയും പറഞ്ഞതുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്. അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് സ്നാനപ്പെടുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, സ്നാനപ്പെട്ടത് എന്തിനാ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. വേദപുസ്തകം പഠിച്ചാൽ വിവിധ തരം സ്നാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിവിധ തരം സ്നാനങ്ങളുണ്ട്. നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എബ്രായർ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. അപ്പൊ സ്നാനങ്ങൾ, വിവിധ സ്നാനങ്ങൾ, ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ സ്നാനങ്ങൾ. അതേതൊക്കെയാണ് സ്നാനങ്ങൾ? നമ്മളിപ്പോൾ ക്രൈസ്തവ കോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നാനങ്ങൾ ഒത്തിരിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനമുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമുണ്ട്, ശിശു സ്നാനമുണ്ട്, കൊടിക്കീഴിൽ സ്നാനമുണ്ട്, യഹോവയുടെ നാമത്തിൽ സ്നാനമുണ്ട്. അങ്ങനെ വിവിധ നാമങ്ങളിലുള്ള സ്നാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വേദപുസ്തകം പഠിച്ചാൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ട അനുഭവം വരെയുണ്ട്. മരിച്ചവർക്ക് വേണ്ടി സ്നാനം. കാരണം മരിച്ചവർ സ്വർഗത്തിൽ പോകണമല്ലോ. അതിന് വേറൊരാൾ, മരിച്ചവരുടെ ബന്ധുക്കളോ ആരെങ്കിലും സ്നാനപ്പെടുക, അവരുടെ പേര് പറഞ്ഞ്. അങ്ങനെ വേദപുസ്തകമുണ്ട്. കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലുണ്ട്. 1 കൊരിന്ത്യർ 15:29. മതി അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? കണ്ടോ, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനാ? ഒരു പ്രയോജനമില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. സ്നാനം ഒന്നേ ഉള്ളൂ, അതാ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കുക, സ്നാനം എന്തിനാണ്? ഫോർ വാട്ട് പർപ്പസ് വി ഹാവ് ടു ടേക്ക് ദ ബാപ്റ്റിസം, ദ പർപ്പസ് ഓഫ് ബാപ്റ്റിസം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യം ഒന്ന് വായിക്കും. 3-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. റോമർ 6:3. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. മതി.
എന്തിനാ സ്നാനം? അതിൻ്റെ ഉദ്ദേശം എന്നതാ? യേശു ക്രിസ്തുവിനോട് ചേരാൻ. അതാ അതിൻ്റെ ഉദ്ദേശം, യേശുവിനോട് ചേരാൻ. അപ്പോൾ ഇന്ന് സ്നാനപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, PMG സഭയോട് ചേരാനല്ല സ്നാനം, IPC സഭയോട് ചേരാനല്ല സ്നാനം. സ്നാനം എന്ന് പറയുന്നത് ആരോട് ചേരാനാ? ആരോട് ചേരാനാ? യേശുവിനോട് ചേരാൻ. അത്രയുള്ള അതാ വാക്യം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. കണ്ടോ? അപ്പൊ യേശുവിനോട് ചേരാനാണ് സ്നാനം. സ്നാനപ്പെടാത്തവർ പ്രത്യേകം മനസ്സിലാക്കണം, അവർ ഇതുവരെ യേശുവിനോട് ചേർന്നിട്ടില്ല. കണ്ടോ? യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിനോട് ചേരണമെങ്കിൽ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? സ്നാനപ്പെട്ടേ ഒക്കത്തുള്ളൂ. സ്നാനപ്പെട്ടേ ഒക്കത്തുള്ളൂ. അപ്പം സ്നാനം എന്തിനാ? ദ പർപ്പസ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. ഒരു സഭയോട് ചേരാനല്ല സ്നാനം, അത് പ്രത്യേകം ഓർക്കുക. യേശുവിനോട് ചേരുവാനാണ് സ്നാനം. ഇനിയും സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഇമ്പോർട്ടൻസ്. സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഒന്ന്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. കണ്ടോ? അപ്പൊ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഭൂലോകെയും പോയി സകല ജാതികളോട് സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണമെന്നാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അതാ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം. ഇത് യേശു പറഞ്ഞ കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പന. ഇനി രണ്ട്, ഇതിന്റെ പ്രാധാന്യത എന്താണ്? രണ്ട്, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് 7-ാം അധ്യായം 30-ാം വാക്യം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അയ്യോ, കണ്ടോ? ദൈവത്തിന്റെ ആലോചന അവർ വൃഥാവാക്കി കളഞ്ഞു. എങ്ങനെ? സ്നാനം ഏൽക്കാതെ. ആരാ? പരീശന്മാർ. ഇവിടെ കിടന്ന് തൊണ്ട കീറി പ്രസംഗിക്കുക, സ്നാനം വേണം, സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല എന്ന് കടന്നു വരുന്ന ദൈവദാസന്മാരെല്ലാം പ്രസംഗിക്കുക. എന്നാലും സ്നാനപ്പെടാത്തവരുണ്ട്. അപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി. അപ്പൊ സ്നാനത്തിന്റെ രണ്ടാമത്തെ പ്രാധാന്യത, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഒന്ന്, ഇത് ദൈവത്തിന്റെ കൽപ്പന. രണ്ട്, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. മൂന്ന്, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ യോഹന്നാൻ യേശുവിനെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. അപ്പൊ നോക്കി, ഇതെന്താ സ്നാനത്തിന്റെ മൂന്നാമത്തെ പ്രാധാന്യത? ഇത് ദൈവനീതിയാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കപ്പെടേണ്ടത് വേണം. അപ്പം ദൈവത്തിന്റെ നീതിയാണ് സ്നാനം എന്ന് പറയുന്നത്. യേശു സ്നാനപ്പെട്ടു. ആ കാലത്ത് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുമ്പോൾ എല്ലാവരും പാപം ഏറ്റുപറഞ്ഞാണ് സ്നാനപ്പെടുന്നത്. മാനസാന്തര സ്നാനം. അയ്യോ, ഞാൻ കൊലപാതകിയാണ്, ഞാൻ മദ്യപാനിയാണ്, ഞാൻ വെറിക്കൂത്തുകാരനാണ്, ഞാൻ പുകവലിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മോഷ്ടാവാണ്, ഇതെല്ലാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാണ് സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരുവൻ ഇറങ്ങി വരുന്നത്. അവരിൽ പാപമില്ല, പാപം ഏറ്റുപറയാൻ ഒന്നുമില്ല.
അവനെ കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവനിൽ പാപമില്ല. പാപമില്ലാത്ത യേശു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഗുരു നീ എന്നെ സ്നാനപ്പെടുത്ത്, എനിക്ക് നിന്നാൽ സ്നാനം വേണം. ഉടനെ യേശു പറഞ്ഞതാ, യോഹന്നാൻ സ്നാപകനെ ഇപ്പോൾ നീ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കപ്പെടേണ്ടത് നമുക്ക് ആവശ്യം. അപ്പൊ ഇതെന്താണ്? ദൈവത്തിന്റെ നീതിയാണ്. യേശു സ്നാനപ്പെട്ടെങ്കിൽ നമുക്ക് സ്നാനം വേണ്ടേ? ഒരു പാപവുമില്ലാത്ത, ഒരു ഊനവുമില്ലാത്ത യേശു സ്നാനപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമുക്ക് സ്നാനം വേണ്ടേ? കേട്ടോ, സ്നാനപ്പെടാത്ത പലർക്കും തീരുമാനം ഉണ്ടാവും, അതേ സ്നാനം വേണം. പക്ഷെ എങ്ങനെയാ സ്നാനപ്പെടേണ്ടത് അത് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് സ്നാനം? സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന്. എന്റെ കൈവശം മാണിക്കത്തനാർ എഴുതിയ സുറിയാനി ഭാഷയിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം തർജ്ജിമ ബൈബിൾ എൻ്റെ ലൈബ്രറിയിലുണ്ട്, എൻ്റെ വീട്ടിൽ. അതിനകത്ത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം തർജ്ജിമ ബൈബിൾ മാണിക്കത്തനാർ എഴുതിയതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യേശു യോർദാനിലെ വെള്ളത്തിൽ സ്നാനമേറ്റ് പൊങ്ങിയപ്പോൾ ഈ പൊങ്ങണമെങ്കിൽ എന്തോ വേണം? മുങ്ങണം. മാണിക്കത്തനാർ എഴുതിയ അച്ഛൻ എഴുതിയ സുറിയാനി ഭാഷയിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം തർജ്ജിമ ബൈബിൾ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് യേശു, ഈ വാക്യം, യേശു യോർദാനിലെ വെള്ളത്തിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ. അപ്പൊ പൊങ്ങണമെങ്കിൽ എന്തോ വേണം? മുങ്ങണം. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് എങ്ങനെയാ? മുങ്ങി തന്നെയാണ് സ്നാനം. തളിപ്പ് സ്നാനം ഒക്കത്തില്ല. എന്നെയൊക്കെ കുഞ്ഞിലെ കൊണ്ടുപോയി മുക്കിയതാ, ഈ തളിപ്പ് സ്നാനം എടുത്തതാ. തളിപ്പ് സ്നാനം അത് തെറ്റാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? മുങ്ങണം. നമുക്കറിയാം, ഈ അമ്പലങ്ങളിലൊക്കെ ഈ കുളം ഉണ്ട്, അമ്പലക്കുളങ്ങളുണ്ട്. വീട്ടിൽ ഇവർ കുളിക്കും, സോപ്പ് തേച്ച് എണ്ണ തേച്ച് കുളിച്ചാണ് അവിടെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്. ഹിന്ദുക്കൾ തൊഴാൻ പോകുന്നത് നമുക്കറിയാം. അമ്പലക്കുളത്തിൽ അവരിറങ്ങി സ്നാനപ്പെട്ടിട്ട അമ്പലത്തിൽ കയറി അവരുടെ ദൈവത്തെ ആരാധിക്കുന്നത്. എങ്ങനെയാ അവർ സ്നാനപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? കൈകൂപ്പി സൂര്യനെ നോക്കി നമസ്കരിച്ച് അവർ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങും. കണ്ടോ, അതിനെയാണ് ഈ സ്നാനമെന്ന് പറയുന്നത്. സ്നാനമെന്ന് പറയുന്നതാണ്. അപ്പൊ നോക്കിയേ, സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? മുങ്ങണം. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ബാപ്റ്റിസം എന്നാണ്. ബാപ്റ്റിസം. ആ ബാപ്റ്റിസം എന്ന വേർഡ് കിട്ടിയത് ബാപ്റ്റിസോ എന്ന മൂലവാക്യത്തിൽ നിന്നാണ്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. ബാപ്റ്റിസോ എന്ന വാക്കിന്റെ അർത്ഥം ഇമ്മേഴ്സ് എന്നാണ്. ഇമ്മേഴ്സ്, അതായത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുക. ഇമ്മേഴ്സ്, മുങ്ങുക. അപ്പൊ സ്നാനം എങ്ങനെയാണ്? വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങണം. ഇന്ന് പകൽ വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങണം. ഒരു ഭാഗം പോലും മുങ്ങാതിരിക്കരുത്. കൈ മുങ്ങാതിരിക്കരുത്, തല മുങ്ങാതിരിക്കരുത്. പൂർണ്ണമായിട്ട് വെള്ളത്തിൽ എന്ത് ചെയ്യണം? മുങ്ങണം. സ്തോത്രം. 2, സ്നാനം എങ്ങനെയാണ്? കർത്താവ് പഠിപ്പിച്ചു. നമ്മൾ നേരത്തെ വായിച്ചു, എടുക്കേണ്ട മത്തായി 28-18-19 വാക്യങ്ങൾ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേണം സ്നാനം. അപ്പൊ നോക്കി, 1, പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങണം. 2, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണം സ്നാനം. അല്ലാതെ യേശു നാമത്തിലല്ല. യേശുനാമക്കാരുണ്ട്, യേശുനാമത്തിൽ സ്നാനം. പിതാവും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട. അത് പാടില്ല. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണം സ്നാനം. ഇനി ശ്രദ്ധിച്ചേ,
ആരാണ് സ്നാനപ്പെടേണ്ടത്? ആരാണ് സ്നാനപ്പെടേണ്ടത്? പാപം ഏറ്റു പറഞ്ഞ വ്യക്തികൾ വേണം സ്നാനപ്പെടാൻ. എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എഫെസ്യർ 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ശ്രദ്ധിക്കണേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മള് പാപമൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ മരിച്ചിരിക്കുക. ആ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് എങ്ങനെ ഉണ്ടാകുന്നത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കൊലോസ്യർ 2-ാം അധ്യായം 12-ാം വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ ഉയർക്കുന്നത് എങ്ങനെയാ? സ്നാനത്താലാണ് ഉയർപ്പുണ്ടാകുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു. ഈ മനുഷ്യനെ കൊണ്ടുപോയി വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? മുക്കുന്നു. അവിടെ മൂടുക. വെള്ളത്തിൽ മൂടിയ ശേഷം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അനുഭവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഈ ഒരു ചിന്ത നമ്മെ ഭരിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ഷണ്ണൻ എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് വെച്ച് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. വെള്ളത്തിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കരയ്ക്ക് കയറി. ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി. അവിടെ വായിക്കുന്ന ഷണ്ണൻ പിന്നെ തൻ്റെ വഴിക്ക് സന്തോഷിച്ചും കൊണ്ടുപോയെന്ന. ഭയങ്കര സന്തോഷം. അപ്പൊ സ്നാനപ്പെടുമ്പോൾ ഞാൻ യേശുവിനോട് ചേർന്നു, എൻ്റെ യേശുവിനോട് ഞാൻ ചേർന്നു. ആ ഒരു വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ അളിയനെ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുത്തിയത്. എൻ്റെ അളിയനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഞാൻ ഈ കൈകൾ കൊണ്ടാണ് സ്നാനപ്പെടുത്തിയത്. വൈകിട്ടായിരുന്നു സ്നാനം. വൈകിട്ട് സ്നാനം കഴിഞ്ഞ് എൻ്റെ അളിയൻ പറഞ്ഞു, എനിക്ക് ഒരു സുഹൃത്തുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം. അത് മറ്റാരുമല്ല, ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ഫ്രഞ്ച് പ്രൊഫസർ തമ്പി സാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ കൊണ്ടുപോകാം. എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയി. തമ്പി സാറിൻ്റെ വീട് കുമാരപുരത്താണ്. അവിടെ ചെന്നു. ശ്രദ്ധിക്കണം സംഭവിച്ചത്. ഞാനും അളിയനും കൂടെ അവിടെ വന്നു. കോളിംഗ് ബെൽ അടിച്ചു. തമ്പി സാറിൻ്റെ വൈഫ് ഡോക്ടർ ട്രീസ തമ്പി, അവർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. അവർ വന്ന് വാതിൽ തുറന്നു. അകത്തേക്ക് ഞങ്ങളെ കയറ്റി. ഞങ്ങൾ സെറ്റിയിലിരിക്കുക. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം, തമ്പി സാർ അവിടെ ഇല്ല. തമ്പി സാർ പുറത്തു പോയിരിക്കുക. തമ്പി സാറിനെ കാത്ത് ഞങ്ങളിരിക്കുക. ഡോക്ടർ പറഞ്ഞു തമ്പി സാർ ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളിരിക്കുക. ശ്രദ്ധിക്കണം, എൻ്റെ അളിയന് മീശയുണ്ട്. സ്നാനപ്പെട്ടതുകൊണ്ട് മീശയൊന്നും പഠിച്ചിട്ടില്ല. മീശയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് വന്നത്. ഈ തമ്പി സാർ കുറെ കഴിഞ്ഞപ്പം കാറിൽ വന്നു. കാർ സ്റ്റഡി പാർക്ക് ചെയ്ത് അദ്ദേഹം ഡോറിൽ കൂടി അകത്തോട്ട് കയറുകയാണ്. അപ്പം ഞങ്ങൾ ഇരിക്കുന്ന കണ്ടു. ആ വാതിക്കൽ നിന്നുകൊണ്ട്, ഡോറിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഈ തമ്പി സാർ എൻ്റെ അളിയനെ നോക്കി വെച്ച് വിളിച്ചു പറയുക, ഏതോ ഒരു വ്യത്യാസം മുഖത്ത് കാണുന്നല്ലോ. നോക്കിക്കോടെ, എന്തോ ഒരു വ്യത്യാസം മുഖത്ത് കാണുന്നല്ലോ എന്ന്. നോക്കിക്കോടെ, അദ്ദേഹം സ്നാനപ്പെട്ടെന്നൊന്നും ഞങ്ങൾ അവിടെ പറഞ്ഞില്ല. തമ്പി സാർ വെളിയില്ല. പുള്ളിക്കാരൻ വന്ന് അകത്ത് കയറിയ ഉടനെ എൻ്റെ അളിയൻ്റെ മുഖത്ത് നോക്കി വെച്ച് പറയാ, എന്തോ ഒരു വ്യത്യാസം കാണുന്നല്ലോ എന്ന്. മീശ പഠിച്ചിട്ടില്ല, മീശയൊക്കെ പഴയതുപോലെ ഉണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ തമ്പി സാർ നോക്കിയപ്പോൾ ഏതോ ഒരു വ്യത്യാസം. ഞാൻ പറയാം വ്യത്യാസം. സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ദൈവത്തിന്റെ തേജസ് ആ വ്യക്തിയെ മൂടും. പ്രൈസ് ദി ലോർഡ്. ഈ സ്നാനപ്പെടുന്ന സമയത്ത് പിതാവാൻ ദൈവം വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരും. നോക്കിയോണേ, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഇതാണ് ഈ വ്യത്യാസ സ്നാനത്തിൽ കാണുന്നത്. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ
ഭയങ്കര തേജസ്സായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക, സമയമില്ലല്ലോ. 10 മണിക്ക് നമുക്ക് ആരാധന തുടങ്ങണമല്ലോ. സ്തോത്രം. എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്? അതുകൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ സ്നാനപ്പെടുന്നത് ആരാണെന്നുള്ളതിൽ ശ്രദ്ധിക്കണം. വിശ്വസിച്ച ശേഷമേ സ്നാനപ്പെടാവൂ. വിശ്വാസമില്ലാത്തവരെ സ്നാനപ്പെടുത്താൻ പാടില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കണ്ടോ? അടുത്തവിടെ വായിച്ചേ മോനെ. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിച്ച് സ്നാനമേൽക്കാത്തവൻ, അതാ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്തത് വിശ്വസിക്കാത്തവൻ, അതായത് വിശ്വസിച്ച് സ്നാനപ്പെടാത്തവൻ എന്തോ അകപ്പെടുന്ന ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടോ? ഞാൻ തുറന്നു പറയാൻ പോവാ, ക്ഷമിക്കണേ. നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, നല്ല സ്നേഹമുണ്ട്. പക്ഷെ ക്ഷമിക്കണം, എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല. ഇല്ല ഇല്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ പോകത്തില്ല. പോകണമെങ്കിൽ സ്നാനപ്പെട്ടേ മതിയാവും. സ്തോത്രം. സന്തോഷമുള്ളവർ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. അപ്പൊ സ്നാനം അത്യന്താപേക്ഷിതമാണ്. ഇനി ഞാൻ മടങ്ങി വരട്ടെ. ഈ വിശ്വസിയെ സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുന്ന പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി, 5 വയസ്സുള്ള അല്ല 6 വയസ്സുള്ള, ഇവിടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോടാ, അല്ലെ വിശ്വസിക്കുന്നുണ്ടോടി എന്ന് ചോദിച്ചാൽ അവൾ പറയാല്ലേ, അവൻ പറയും യെസ് ഞാൻ വിശ്വസിക്കുന്നു, ഐ എം ബിലീവിംഗ്. അപ്പൊ നമുക്ക് ചോദിക്കാം, യേശു ആരാ? യേശു രക്ഷിതാവ്. യേശുവിന്റെ അടുത്ത പ്രത്യേകത എന്തുവാ? യേശു വരും, ദൈവമക്കളെ ചേർക്കാൻ വരും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. 6 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ച് സ്നാനപ്പെടുത്താൻ ഒക്കത്തില്ല. അവൻ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന ഒരു കുഞ്ഞിന് വിശ്വാസം പൂർണ്ണമായി ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വേദപണ്ഡിതാക്കന്മാര് പെന്തക്കോസ്ത് കോളത്തിൽ കൂടിയിരുന്ന് ആലോചിച്ച് എടുത്ത തീരുമാനം, 12 വയസ്സ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് പൂർണ്ണ വിശ്വാസത്തിൽ എത്തിച്ചേരും. 12 വയസ്സ് കഴിഞ്ഞാൽ. അപ്പൊ സൺഡേ സ്കൂൾ പഠിച്ചു വരുന്ന ഒരു കുട്ടി 12 വയസ്സ് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്ത് ചെയ്യാം? സ്നാനപ്പെടുത്താം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി എപ്പോഴാ സ്നാനം? രക്ഷിക്കപ്പെട്ട ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണോ സ്നാനം വേണ്ടിയത്? അല്ല. യേശു രക്ഷകരെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെട്ടേക്കണം. യെരൂശലേം ദേവാലയത്തിൽ പോയിച്ച് മടങ്ങി വന്ന ഷണ്ണൻ വഴിയിൽ വെച്ചാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലേ? യെശയ്യാ പ്രവാചകന്റെ ചുരുളവൻ വായിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പോസ് ചെന്നു സുവിശേഷം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എവിടെ വെച്ച്? രഥത്തിലിരുന്നു കൊണ്ട്. ഇവൻ തീരുമാനിച്ചോ ഇനി ഒരു 4 മാസം കഴിഞ്ഞിട്ട് സ്നാനപ്പെടാം? ഇല്ല. വെള്ളമുള്ള സ്ഥലമെത്തി, മരുപ്പച്ച. ആ വെള്ളമുള്ള സ്ഥലമെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? കണ്ടോ? അപ്പൊ സ്നാനം എന്ന് പറയുന്നത് മാറ്റിവെക്കാനുള്ള ഒരു ശുശ്രൂഷയെ അല്ല. യേശു രക്ഷിതാവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെട്ടേക്കണം. കാരണം ഞാൻ പറയാം, ഇപ്പൊ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനം സത്യമാണെന്നൊക്കെ അറിയാം. ഒരു 4 മാസം കഴിഞ്ഞിട്ട് സ്നാനപ്പെടാം. ഞാൻ സ്നാനപ്പെട്ട കാര്യം പറയാം. 1969 ഞാൻ സ്നാനപ്പെട്ടത് കേട്ടോ. 69 അന്ന് ഇതുപോലൊരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അന്ന് പാസ്റ്റർ ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ നിക്കറും ഉടുപ്പും നിക്കറിട്ട് നടക്കുന്ന പ്രായം, ചേർക്കുന്ന 69, ഏകദേശം ഒരു 17 വയസ്സ് പ്രായം കാണും എനിക്ക്. ശ്രദ്ധിക്കണം, ഈ പാസ്റ്റർ പറഞ്ഞു സ്നാനപ്പെടാൻ തീരുമാനമായി വന്നവരൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് വരാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഉടനെ എല്ലാവരും ഓരോ ബാഗും പ്ലാസ്റ്റിക് കവറുമായിട്ട് മുമ്പോട്ട് വന്നു. അപ്പം ഞാൻ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, അല്ലാതെ ഞാനും പോയി നിന്നു. ഉടനെ ആ പാസ്റ്റർ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, മോനെ നീ എന്തിനാ വന്ന്? ഞാൻ പറഞ്ഞു സ്നാനപ്പെടാൻ. ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അത് കൊണ്ടുവന്നില്ല. എന്നാൽ അടുത്ത മാസം നടക്കുന്ന സ്നാനത്തിന് മോനെ സ്നാനപ്പെടുത്താം എന്നോട് പറയുക. അടുത്ത മാസം. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററേ അടുത്ത മാസത്തിൽ സ്നാനം ഇവിടെ ഉണ്ട്, ശരി, ഞാൻ അടുത്ത മാസം വരെ സ്നാനപ്പെടാൻ കാത്തിരിക്കുന്നതിനിടയിൽ
ഈ സ്നാന ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ തട്ടിപ്പോയാൽ, ഞാൻ മരിച്ചു പോയാൽ നരകത്തിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു തരിക, സ്നാനപ്പെടാതെ ഇരുന്നാൽ നരകത്തിൽ പോകും. ഞാൻ പാസ്റ്ററോട് ചോദിച്ചതാ, ഈ 1 മാസം ഞാൻ കാത്തിരിക്കുന്നിടയിൽ ഞാൻ മരിച്ചുപോയാൽ ഞാൻ നേരെ നരകത്തിൽ പോകത്തില്ലേ? പാസ്റ്റർക്ക് ഉത്തരം മുട്ടിയെന്ന്. പാസ്റ്റർ എന്തെന്നറിയാം, പാസ്റ്ററുടെ പെട്ടിക്കകത്ത് തേച്ച് വെച്ചിരുന്ന മുണ്ടും ജുബായും എടുത്ത് എനിക്ക് തന്നു. മോൻ ഇതിട്ടുകൊണ്ട് പോയി സ്നാനപ്പെടാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിക്കറും ഉടുപ്പും ഊരി വെച്ചിട്ട് ഈ പാസ്റ്ററുടെ മുണ്ടും ജുബായും ഇട്ട് ഈ പള്ളിയിലെ അച്ഛൻ്റെ ലോഹ ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ പോയി ഞാൻ തിരുവനന്തപുരത്ത് പാങ്ങോട്ടാറ്റിൽ സ്നാനപ്പെട്ടു. പാങ്ങോട്ടാറ്റിൽ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി ഈ മുണ്ടും ജുബായും പിടിഞ്ഞ് പാസ്റ്റർക്ക് തിരിച്ചു കൊടുത്ത് എൻ്റെ നിക്കറും ഉടുപ്പ് ഇട്ട് ഞാൻ പോയി. അങ്ങനെ ഒത്തിരി പേരെ, ഒരുങ്ങാതെ വന്നവരെ, പെട്ടെന്ന് തീരുമാനമെടുത്ത് നിമിത്തം പെട്ടെന്ന് മറ്റുള്ളവരുടെ ഡ്രസ്സ് കൊണ്ടുവരിപ്പിച്ച് ഇടിപ്പിച്ച് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്നാനപ്പെടാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കരുത്. ഇന്ന് പകൽ തീരുമാനമെടുത്തോണം. ഡ്രസ്സ് ഇപ്പം വരും വേണമെന്നുണ്ടെങ്കിൽ. സ്നാനത്തിന് തീരുമാനിച്ചാൽ ഇപ്പം ഡ്രസ്സ് വരും. സാരി വേണേ സാരി വരും, പാൻറ് വേണേ പാൻറ് വരും, എന്തോ വേണേലും വരും. സ്നാനപ്പെടാൻ തീരുമാനിച്ചാൽ മതി. സ്വതം നമുക്ക് പ്രാർത്ഥിക്കാം. മാറ്റിവെക്കാനുള്ള ശുശ്രൂഷയല്ല സ്നാനം. സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത് വന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ടൊന്ന് എഴുന്നേറ്റാട്ട്. ാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരുടെയും നിർബന്ധത്താലല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിതാ സ്നാനപ്പെടാൻ പോകുന്നു. അങ്ങനെ പറയാം. സ്നാനം സത്യമാണെന്ന് ആരുടെ നിർബന്ധപ്രകാരമല്ല, സ്വന്തം ഇഷ്ടത്താൽ ഞാൻ സ്നാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദാസന്മാർ ദയവായി മുമ്പോട്ട് കടന്നു വരാം. ഇവർക്കായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. ദൈവദാസന്മാർ മുമ്പോട്ട് യേശുവിന്റെ നാമത്തിൽ ക്ഷയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു യോർദാനിലെ വെള്ളത്തിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതുപോലെ ഇന്ന് പകൽക്കാലം ഈ പൈതൽ തീരുമാനത്തോടെ കടന്നു വന്നിരിക്കുകയാണല്ലോ. അവന്റെ മേൽ നിന്റെ കൃപ ധാരാളമായി ചൊരിയും. ഇന്ന് പകൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യത്തിൽ സ്നാനം നടക്കുവാനിടയാക്കണമേ. ഈ പൈതലിനെ ഞങ്ങൾ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ഒരു യേഹൂവിനെ പോലെ നീ ഇവനെ ഉപയോഗിക്കണമേ കർത്താവേ. ഓ, ആത്മാവിന്റെ ശക്തിയോട് ഇവൻ നിനക്ക് പ്രയോജനമുള്ളവനായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. മഹാപരിശുദ്ധനും ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, പൊന്നുതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്രിയ മകൻ കർത്താവേ ചേരുവാൻ ഹല്ലേലൂയ തീരുമാനമെടുത്തിരിക്കുമ്പോൾ, കർത്താവെ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തിരിക്കുമ്പോൾ, കർത്താവെ ആ തീരുമാനത്തിന്മേൽ കർത്താവിന്റെ കയ്യൊപ്പ് വീഴട്ട്. കർത്താവെ അവിടുന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ കർത്താവെ പ്രിയ മകനെ അതേ ആ ബോധ്യം നൽകിയപ്പോൾ ആ ബോധ്യം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മുദ്ര വെച്ചതിനായി സ്തോത്ര. കർത്താവെ എടുത്ത തീരുമാനത്തിൽ നിലനിന്നുകൊണ്ട് ആമേ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപ അവിടുന്ന് ധാരാളമായി ഈ മകന്റെ മേൽ പകരണമേ. അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് ആമേൻ കർത്താവേ ആമേൻ ഹല്ലേലൂയ പ്രസാദിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായി കർത്താവേ അതിൽ ഭാഗമാകുവാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിക്കണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രിയ മകനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറിയ ബലത്തോടെ നിൽക്കുവാൻ കൃപ കൊടുത്താൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം താഴ്ച അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ.
സഹോദരനെ കർത്താവേ സ്നാനത്തിനായി തിരുമേനി അല്ലെങ്കിൽ വിളിച്ച് വേർതിരിച്ച അങ്ങയുടെ മഹാസ്നേഹത്തിനാദ്യമേ സ്തോത്രം ഈ പ്രിയ സ്വർഗത്തിന് കരുണ തോന്നിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ലോകാരംഭത്തിന് മുമ്പേ അപ്പച്ചൻ ഈ പ്രിയ സഹോദരനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ വിശിഷ്ട വിളിയോടെ ഉന്നത വിളിയാൽ വിളിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയനേ ഇന്ന് ഈ അധ്യയ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ കൃപ കൊടുത്തല്ലോ. കൃപ കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്നാനപ്പെട്ട കർത്താവിനോട് ചേരുവാൻ അവിടുന്ന് കൃപ നൽകണമേ കർത്താവേ. സ്വർഗ്ഗം സാധിക്കുന്ന ഹല്ലേലൂയ കർത്താവേ ഒരു ശുശ്രൂഷയാക്കി തീർക്കണമേ. ഇപ്പോൾ കർത്താവിന്റെ കരം ഈ പ്രിയ മകന്റെ മേൽ വച്ച് ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവേ. ആ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അനുസരിച്ചുകൊണ്ട് അന്ത്യം വരെ വിശ്വസ്തനായി നിലനിൽക്കുവാൻ കർത്താവേ ഉള്ള കൃപ കൊടുക്കണമേ. മനുഷ്യർക്ക് സ്വതമേ നിൽക്കാൻ കഴിയില്ലല്ലോ, അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ഇന്ന് ഒട്ടിച്ചു ചേർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ത്യം വരെ വിശ്വസ്തനായി ജീവകിരീടം പ്രാപിപ്പാൻ എന്റെ മനം ഒരുക്കിക്കൊള്ളണമേ. ഒരു പ്രശ്നങ്ങളിലും ഇടറിപ്പോകാതെ പരിശുദ്ധാത്മാവ് അന്ത്യം വരെ കരം പിടിച്ച് നടത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണമേ. പാപമെല്ലാം തന്റെ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. നോക്കി എന്റെ പാപമെല്ലാം തന്റെ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേരം കൂടെ വാഴാനെന്നു സാധ്യമോ? പാർക്കുന്നേരം കൂടെ വാഴാനെന്നു സാധ്യമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നടക്കുന്ന സ്നാന ശുശ്രൂഷ അനുഗ്രഹപ്പെട്ട ഈ പ്രഭാത സമയത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്നാന ശുശ്രൂഷയായി കർത്താവ് ഞങ്ങൾക്ക് കൂടി വരുവാൻ അങ്ങ് തന്നെ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് സ്നാനത്തിന് ഒരുങ്ങി തീരുമാനത്തോടെ ആയിരിക്കുന്ന 3 പേരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് അറിയുവാനും അങ്ങിൽ വിശ്വസിക്കുവാനും ഇന്ന് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുവാനും എല്ലാം പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പലർക്കും ലഭിക്കാത്ത ഭാഗ്യം ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നു മുതൽ കർത്താവിന് വേണ്ടി കർത്താവ് ഉറപ്പോടെ ശക്തിയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ 3 പേരെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് സ്നാന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയമേവർക്ക് പാസ്റ്റർ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവദാസൻ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുറന്നുള്ള സകല ശുശ്രൂഷ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലരോ സംശയിച്ചു, യേശു അടുത്തിയെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചു. മതി. ോ
യേശുരക്ഷമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മറിയയിൽ ജാതനായി 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ദത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകി ഒടുവിൽ ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിച്ച് പൊന്തിയോസ് പീലാത്തോസിനാൽ നല്ല സ്വീകാരം ലഭിച്ചിട്ടും കള്ളന്മാരോടുകൂടെ ശവക്കുടി ഏറ്റുവാങ്ങി സകലർക്കു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗാരോഹണം ചെയ്തു പോയി. തന്റെ മക്കൾക്ക് വേണ്ടി സദാ മധ്യസ്ഥത അണയ്ക്കുകയും ഇനി എത്രയും വേഗം തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ വാനവേഗത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പ്രിയ ജോമോൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഹേതുവായും തന്റെ സാക്ഷ്യവചന നിമിത്തമായും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം നിനക്ക് ലഭിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ കണ്ടുവോ ഒരു പാപിയം സ്നാനമേൽക്കുവാൻ പോകുന്നു. കണ്ടുവോ ഒരു പാപിയം സ്നാനമേൽക്കുവാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ലോകത്തിലെ സകല മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ക്രൂശിൽ യാഗമായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് പോയി തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയും ഇനിയും എത്രയും വേഗം തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വാനവേഗങ്ങളിൽ മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രിയ അരവിന്ദമ്മൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഹേതുവായും തന്റെ സാക്ഷ്യവചന നിമിത്തമായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം നിനക്ക് ലഭിക്കുന്നു. നിന്റെ കൈ കീഴിലല്ലയോ ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എന്റെ കൈ കീഴിലേൽക്കുന്നു എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എന്റെ കൈ കീഴിലേൽക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ബത്ലഹേമിൽ മറിയയിൽ ജാതനായി 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ബത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകി ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരിരുപാണികളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കരേറിപ്പോയി തന്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയും ഇനിയും എത്രയും വേഗം തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രിയ രാജ്കുമാർ ബ്രദർ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഹേതുവായും തന്റെ സാക്ഷ്യവചന നിമിത്തമായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക എന്നാൽ നിനക്ക് ജീവകിരീടം ലഭിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.
ശത്രുഗണം മുങ്ങിപ്പോയി വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇന്ന് പകൽക്കാലം 3 സഹോദരന്മാർക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. എന്നെ കേൾക്കുന്ന ഈ ശുശ്രൂഷ കണ്ട ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്നാനപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കും, അതെ യേശുവേ ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം നാലാഞ്ചിറയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ 3 പ്രാവശ്യമാണ് ഞാൻ സ്നാനത്തൊട്ടിയിൽ ഒറ്റ ദിവസം ഇറങ്ങിയത്. സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി, അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോൾ 2-3 പേര് വന്നു സ്നാനപ്പെടണം. പിന്നെയും വെള്ളത്തിൽ ഇറങ്ങി. യോഗം കഴിഞ്ഞ ശേഷം 2 പേര് വന്നു, അവർക്ക് സ്നാനപ്പെടാൻ തീരുമാനം. അവർക്ക് വേണ്ടി പിന്നെയും വെള്ളത്തില്ല. അതുകൊണ്ട് സ്നാനം മാറ്റിവെക്കാനുള്ള ശുശ്രൂഷയല്ല, വെള്ളത്തിലിറങ്ങാൻ ഞാൻ തയ്യാറാണ്. ആരെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറായി വന്നാൽ മതി, പ്രാർത്ഥിക്കാം നമുക്ക്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ അതെ അനിൽ സാർ ദൈവമേ ഹല്ലേലൂയ. എന്ന് സ്നാനപ്പെട്ട ഈ സഹോദരങ്ങളോട് കർത്താവേ അങ്ങയുടെ വലിയ ദയ കർത്താവേ ഞങ്ങൾ അറിയുന്നപ്പ. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങ് കണ്ട് വേർതിരിച്ചു വെച്ചിരുന്നു കർത്താവേ. ഹല്ലേലൂയ സ്നാനത്തിനായി കർത്താവേ അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി കർത്താവേ ഹല്ലേലൂയ ഇവർ തീരുമാനിച്ചപ്പോ കർത്താവേ അങ്ങയുടെ നീതി കർത്താവേ അങ്ങയുടെ ആലോചന കർത്താവേ ഇവരുടെ ജീവിതങ്ങളിൽ നടപ്പായത് ഓർത്ത് കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവര് ദൈവമേ പ്രാപിച്ച വലിയ അനുഗ്രഹം അപ്പ. ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ ശിഷ്ട ജീവിതങ്ങളിൽ അപ്പ. ഹല്ലേലൂയ 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 അവരും ദൈവമേ അവരുടെ കുടുംബങ്ങൾക്കും അവർ ഉൾപ്പെടുന്ന സമൂഹത്തിനും അപ്പ. ഹല്ലേലൂയ അവരും പുറപ്പെട്ട കർത്താവേ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ നേടുന്ന നിലകളിൽ കർത്താവേ ഹല്ലേലൂയ 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 വിശ്വസ്തയോടെ കർത്താവേ കാണപ്പെടുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങ് ദയ ചെയ്യുന്നതിനായി സ്തോത്രമപ്പ. ഞങ്ങളെയും കർത്താവേ ഹല്ലേലൂയ ഈ മനോഹര ദൈവമേ ഹല്ലേലൂയ സാക്ഷ്യത്തിന് കർത്താവേ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾ അനുവദിച്ചല്ലോ കർത്താവേ. ദൈവമേ പ്രിയപ്പെട്ട പാസ്റ്ററേയും കർത്താവേ അങ്ങ് ശക്തിപ്പെടുത്തിയല്ലോ ദൈവം. ഒന്നുകൂടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ അങ്ങയുടെ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും വിശേഷാൽ ഇന്ന് സ്നാനപ്പെട്ട ആ 3 സഹോദരന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ 2ാമത്തെ വരവരിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം.